കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിലേ തിരിയുന്നില്ല. അപ്പൊ ഇനി കോംപ്ലിക്കേഷനും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ തിരിയാൻ വേണ്ടിയിട്ടാണ്? കാരണം ആളുകളൊക്കെ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവരെ ഫോക്കസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തു രാഷ്ട്രീയക്കാർ. ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. അതായത് 2023 24 ഒക്കെ ഡാറ്റാസ് ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2026 ഒരു ശരാശരി സംഖ്യയുടെ സംശയം സാധാരണക്കാരുടെ സംശയമായി ചോദിക്കുന്ന ഒരു വ്യക്തി. ആ ചോദ്യം നമുക്ക് കേൾക്കാം. ഇതൊരു സാധാരണക്കാരന്റെ സാധാരണ സംശയമാണ്. ഇത് വിഡിത്തമാണെങ്കിൽ ക്ഷമിക്കണം. ഇവരെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം ഈ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 14,500 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. എത്രയാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്? ഇപ്പം 2,000 രൂപ. ആർക്കാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? ഇതുകൊണ്ട് ജീവിക്കേണ്ട ആൾക്കാർ ആണല്ലോ. 62 ലക്ഷം പേർക്ക്. അതായത് അരുണേ, മാസം 2,000 രൂപ കൊണ്ട് ജീവിക്കേണ്ട 62 ലക്ഷം ജനങ്ങൾ ഈ നാട്ടിൽ. ഇവർ തന്നെ പറയുന്നു ഇവർ അതിദാരിദ്ര്യം ഇവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഈ മാസം 2,000 രൂപ കൊണ്ട് ജീവിക്കേണ്ട 62, അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 20% വരും. 62 ലക്ഷം ജനങ്ങളുള്ള ജനസംഖ്യയുടെ 20% ജനങ്ങൾ ഉള്ള ഈ നാട്ടിൽ ഇവർ ദാരിദ്ര്യത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അതായത് മാറി മാറി ഭരിച്ച സ്ഥലമാണിത്. ഒരു കൺസെപ്ഷൻ വിഷയമുണ്ട്. ഈ മാസം 2,000 രൂപ കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് ആരാ സാറിനോട് പറഞ്ഞേ? അല്ല, അവരുടെ വീട്ടിൽ വരുമാനമുണ്ട്. അതൊരു കൺസെപ്ഷണൽ പ്രശ്നമുണ്ട് ശ്രീ ചന്ദ്രൻ. അതായത് ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അല്ലല്ലോ പെൻഷൻ. ഞാനതല്ലേ ചോദിക്കുന്നത്. അല്ല, അത് വേറെ, അത് രണ്ടും രണ്ടാ. പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷനാണ്, സാമൂഹ്യ ക്ഷേമ പെൻഷൻ അല്ലല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. ഞാൻ അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. അതെ, കോംപ്ലിക്കേഷനിലൊന്നും പോകില്ല. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും കോംപ്ലിക്കേഷൻസിലൊന്നും പോകുന്നില്ല. കാരണം കോംപ്ലിക്കേഷൻസിലൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിലേ തിരിയുന്നില്ല. അപ്പൊ ഇനി കോംപ്ലിക്കേഷനും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ തിരിയാൻ വേണ്ടിയിട്ടാണ്? അല്ല, അങ്ങ് ചോദിച്ചെനിക്ക് മനസ്സിലായി. 2,000 രൂപ കൊണ്ട് ജീവിക്കുന്ന 62 ലക്ഷം പേരുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെ, പക്ഷെ അവര് ദാരിദ്ര്യത്തിന്റെ താഴെ പട്ടികയിലുള്ളവരല്ല. 60 വയസ്സ് കഴിഞ്ഞ് സാർവത്രിക പെൻഷനാണ്. അതിനകത്ത് എല്ലാ ക്ലാസ്സിലുള്ളവരുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സലാണത്. അപ്പൊ ഈ 62 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ പെൻഷൻ അർഹതയുണ്ട്. അതിന് വേറെ പെൻഷൻ കിട്ടുന്നില്ല. സാറിന് മറ്റേ പെൻഷൻ അർഹതയുണ്ടോ? സാറിന് അതിന്റെ ഡെഫിനിഷൻ എന്താ? സാറിന് 60 വയസ്സ് കഴിഞ്ഞോ? 60 പെൻഷൻ 60 വയസ്സ് സാറിന് ഇല്ലേ? സാറിന് വേറെ വരുമാനം ഇല്ലേ? അത് പെൻഷൻ കിട്ടും. സാറ് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. ഈ കേരളത്തിൽ പ്രഖ്യാപിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അല്ല, ഇവിടെ പോവർട്ടി ഇറാഡിക്കേഷൻ അത് BPL അല്ല. ഇത്രേ ഉള്ളൂ, കൺസെപ്ഷൻ ഇത്രേ ഉള്ളൂ. BPL മാത്രം കൊടുക്കുന്ന പരിപാടി പറയണ്ടായിരുന്നു അല്ലെ, വെറുതെ പറഞ്ഞു. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇദ്ദേഹം പറയുന്ന പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ യാതൊരു ഇൻകം അല്ലെങ്കിൽ ഏർണിങ്സ് ഒന്നും ഇല്ല, വേറെ ഒരു റവന്യൂ ഇല്ല. ആ ഒരു അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡെയിലി ചെലവിനോ അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണം, അതാണ് പെൻഷനായിട്ട് ഈ 2,000 രൂപ മാസത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ വ്യക്തി പറയുന്നത് പോലെ ഈ 2,000 രൂപ കൊണ്ട് ഒരു മാസം മുഴുവനും കഴിയണം. അതായത് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കണം, മറ്റു സാധനങ്ങൾ വാങ്ങിക്കണം, മെഡിസിൻസ് വാങ്ങിക്കണം, അതുണ്ടെങ്കിൽ മെഡിസിൻസ് വാങ്ങിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ 2,000 രൂപയിൽ വാങ്ങിക്കണം എന്നാണ് ആ വ്യക്തി വിചാരിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയായിരിക്കും പല സംഖ്യകളും വിചാരിച്ചിട്ടുണ്ടാവുക. എന്ത് പറയാനാണ്? ഈ ഒരു തുക എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് തരുന്ന, അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഒരു സീനിയർ സിറ്റിസണിന് കൊടുക്കുന്ന ഒരു തുക മാത്രമാണ്. അദ്ദേഹത്തിനുള്ള എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ ചെലവാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു പണം മാത്രമാണ്. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ആ 2,000 കൊണ്ട് ഒരു മാസം ജീവിക്കണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം 2,000 രൂപ അല്ല, 10,000 രൂപ 20,000 രൂപ ഉണ്ടായാലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്നതിന് സാധനങ്ങളുടെ വില കൂടുന്നു. ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് എന്തോ ഭാഗ്യത്തിന് പെട്രോളിന്റെ പൈസ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പെട്രോൾ ഡീസലൊക്കെ അവിടെ തന്നെ ഇപ്പൊ എത്രയാണോ അതുപോലെ അവിടെ തന്നെ സ്റ്റേബിൾ ആയി നിൽക്കുന്നുണ്ട്. അതെന്തോ ഭാഗ്യം. കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞിട്ടാണുള്ളത്.
എന്നിട്ട് നമുക്ക് ആ ഒരു അതിന്റെ എഫക്ട്, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് പോട്ടെ, എന്നാലും അത് കൂടുന്നില്ല, എന്തായാലും അത് അവിടെ നിന്നോട്ടെ. ഇനി മറ്റു സാധനങ്ങളുടെ വിലയും അതുപോലെ കൂടുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ ആദ്യമൊക്കെ, അതായത് ഈ ഗ്യാസിന്റെ അല്ലെങ്കിൽ പെട്രോളിന്റെ വില 1 രൂപ ഒക്കെ കൂടിയാൽ, അതായത് 10, 60, 70 ഒക്കെ രൂപയുള്ള സമയത്ത് കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ ഗ്യാസിന്റെ ഒക്കെ 500 രൂപ 600 രൂപ ഒക്കെ ഉള്ളപ്പം ഒരു 50 രൂപയോ 25 രൂപയോ കൂടിക്കഴിഞ്ഞാൽ സമരങ്ങൾ നമ്മൾ ഇവിടെ കാണാറുണ്ട്, പ്രൊട്ടസ്റ്റ് കാണാറുണ്ട്. പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇവിടെ സമരങ്ങൾ നടത്താറുണ്ട്. പണ്ട് ഉന്തുവണ്ടി വരെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ ചരിത്രമുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ 100 രൂപ കൂടിയാലും എത്ര രൂപ കൂടിയാലും ഒരു കുഴപ്പമില്ല, ഒരു സമരവും ഇല്ല, പ്രൊട്ടസ്റ്റും ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? അതായത് പണ്ട് 60, 70 ഉള്ള പെട്രോളിന്റെ വില 105ആയി, ഒരു സമരവും ഉണ്ടായിട്ടില്ല. 500, 600 ഒക്കെ ഉള്ള ഗ്യാസ് അതിന്റെ വില ഇപ്പോൾ 900, 1000 ആയിട്ടുണ്ട്. അപ്പോഴും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആർക്കും ഒരു പരാതിയുമില്ല, ആരും സമരവുമില്ല, ഗ്യാസും കുറ്റിയെടുത്തിട്ട് ആരും ഇറങ്ങിയിട്ടുമില്ല. കാരണം ആളുകളൊക്കെ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവരെ ഫോക്കസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു, ആർക്കും പ്രശ്നമില്ല. ഗോൾഡിന്റെ വില ഓരോ ദിവസം കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നു, ആർക്കും പ്രശ്നമില്ല. അതുപോലെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആർക്കും പ്രശ്നമില്ല. എയർ പൊല്യൂഷൻ ഉണ്ട് ഡൽഹിയിലൊക്കെ, ആർക്കും അതിനും പ്രശ്നമില്ല. ഇൻഡോറിലൊക്കെ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്, ഏത് കക്കൂസ് മാലിന്യം കുടിപ്പിച്ചതിന്റെ, അതിലും യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു കാര്യത്തിലും ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുകയാണ്. റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പള്ളി ഉണ്ടാക്കുക, അമ്പലം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. അത് നമ്മളുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർ ഈ മതത്തിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ നേരിട്ട്, അല്ലെങ്കിൽ നേരിട്ട് കുറവാണ്, പൊതുവെ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ, അതായത് ഇന്ത്യയുടെ റിയൽ പ്രോബ്ലംസ്, എന്തിന് നമ്മുടെ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി പറയുന്ന വർഗീയത വേറെ ആരും ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്നുണ്ടാവില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്, എല്ലാ മന്ത്രിമാരും, ഏകദേശം BJPയുടെ അധികം മെമ്പേഴ്സ്, ലീഡേഴ്സ്, MLA മാർ, MP മാർ, ഇവരൊക്കെ വർഗീയത സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ അധികമാണ്. ഞാൻ പറഞ്ഞില്ല, ആസാമിലെ കാര്യം പറഞ്ഞില്ല, ആസാമിലെ ചീഫ് മിനിസ്റ്ററാണ് പച്ചക്ക് ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും യാതൊരു പ്രശ്നമില്ല. ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ മൂടി വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മളുടെ റിവേഴ്സ് ഒക്കെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. കാരണം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വലിയ വലിയ പ്രശ്നങ്ങൾ, രാജ്യം ഫേസ് ചെയ്യുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് പണ്ടൊക്കെ ഇന്ത്യ കമ്പയർ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്, പക്ഷെ ഇപ്പോൾ പരമാവധി ഇപ്പോൾ ആളുകൾ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആയി, അതായത് ബംഗ്ലാദേശും ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തു രാഷ്ട്രീയക്കാർ. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ സത്യം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ്, അതായത് സെൻട്രൽ മിനിസ്റ്റേഴ്സ്, അവരുടെ ഓരോ പോർട്ട്ഫോളിയോ, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, യൂണിയൻ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ എഡ്യൂക്കേഷനെ പറ്റി ഇപ്പോൾ അടുത്താ മറ്റെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. വർഗീയതയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഫൈനാൻഷ്യൽ കാര്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കുറവായിരിക്കും. പക്ഷേ അവിടെയും ഈ ഒരു വർഗീയതയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഓരോ പോർട്ട്ഫോളിയോ, മിനിസ്റ്റേഴ്സിന്റെ ഓരോ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പോർട്ട്ഫോളിയോ ഏതാണോ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വർഗീയത സംസാരിച്ചിട്ടുണ്ടാവും. എന്തിന്, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ആസാമിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ CM-ഉം ഇതുപോലെ പച്ച വർഗീയത ഒരു മാസം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിസംബറിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ വർഗീയത കൂടിക്കൂടി വരികയാണ്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്സ്, എനിക്ക് തോന്നുന്നു നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആകുമ്പോഴേക്കും, അതായത് 2020 മുതൽ 2023 ആകുമ്പോഴേക്കും ഏകദേശം 600% വർധനവാണ് ഇതുപോലെ വർഗീയത പറയുന്നതിൽ കൂടിയിട്ടുള്ള എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. പാർലമെന്റിൽ ചോദിച്ചപ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. അതായത് 2023 24 ഒക്കെ ഡാറ്റാസ് ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2026 ആയത്.
ഇപ്പോഴും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.